കണ്ണൂർ കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ ഭാഗമായി ഗാർഹിക പൈപ്പ് ലൈൻ വാതക വിതരണത്തിന്റെ ഉദ്ഘാടനം ഏച്ചൂർ ഷൈന നിവാസിൽ വെച്ച് നടന്നു. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മേലേച്ചുവ മട്ടന്നൂർ റോഡിന്റെ ഇരുവശത്തുമുള്ള കോർപ്പറേഷൻ വാർഡുകളിലാണ് ആദ്യഘട്ടത്തിൽ PNG കണക്ഷൻ ലഭ്യമാക്കുന്നതെന്നും തീർത്തും പരിസ്ഥിതി സൗഹൃദവും അപകട സാധ്യത കുറഞ്ഞതുമായ ഗ്യാസ് എന്ന നിലയിൽ ആരോഗ്യപരമാണെന്നും മേയർ പറഞ്ഞു. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വാതക ചോർച്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രയാസമാണ്. ഈ വാഹനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഉയർന്ന മർദ്ദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ഫോടനങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി വളരെ വ്യത്യസ്തമായി ഈ പറഞ്ഞതുപോലെ വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരു വാതകമാണ് നാച്ചുറൽ ഗ്യാസ്. അതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടായാൽ അത് നമ്മുടെ വായുവിൽ തങ്ങിക്കിടക്കാതെ ഒരു ഹൈഡ്രജൻ ബലൂൺ പൊങ്ങുന്ന പോലെ പൊങ്ങി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അപകട സാധ്യത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തീർത്തും പരിസ്ഥിതി സൗഹൃദമാണ്. അതാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് തന്നെ പറയുന്നത്. ഹരിത വാതകം എന്നാണ് നമ്മൾ ഈ നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ പറയാം. പേര് തന്നെ അങ്ങനെ തന്നെയാണ്. CNG അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ പറയുന്നത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ അധികം എക്സോസ്റ്റുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ല എന്നുള്ളതുമാണ്. നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണപരമായ രീതിയിൽ അത് പറഞ്ഞതുപോലെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡുകളൊക്കെ അധിക ഉപയോഗമാണ് നമ്മുടെ ക്യാൻസറിനൊക്കെ വഴിവെക്കാനുള്ളതാണ്. അപ്പം അത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറിക്കിട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷിതത്വം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വളരെ ആരോഗ്യത്തിന് മോശമായ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ, അതായത് എക്സോസ്റ്റ് ആ രീതിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അപകടം കുറഞ്ഞ ഒരു വാതകമായി നമുക്ക് പ്രത്യേകത. ഈ പ്രത്യേകതയെ കൊണ്ട് തന്നെയാണ് PNG പ്രോത്സാഹിപ്പിക്കാൻ വിവിധ സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങളായാലും ശരി, എല്ലാ സർക്കാരുകളും ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. വീടുകളിൽ എന്ന പോലെ തന്നെ ഈ മേഖലകളിലെ റെസ്റ്റോറന്റുകൾ, ഓഡിറ്റോറിയങ്ങൾ, മറ്റു വാണിജ്യ വ്യാവസായിക സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും യഥേഷ്ടം PNG ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സിറ്റി ഗ്യാസ് ലഭ്യമായതിൽ സന്തോഷമുണ്ടെന്നും ഏറെ സൗകര്യവും അപകടരഹിതവുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് വീട്ടുടമ ജിത്തിന പറഞ്ഞു. പൈപ്പ് ലൈൻ ഗ്യാസ് വഴി കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ അടുത്ത് അവർ വന്ന് സംസാരിച്ച് ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വന്നോട്ട റെഡിയാക്കാൻ പറഞ്ഞ് അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? റേറ്റ് ഇപ്പോൾ ഒരു യൂണിറ്റിന് 59 രൂപ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഉപയോഗിച്ച് വന്നില്ലല്ലോ. അതൊക്കെ ബില്ലും കാര്യങ്ങളൊന്നും കിട്ടിയെങ്കിൽ നമുക്ക് അറിയില്ല അതിനെപ്പറ്റി. ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര അധ്യക്ഷത വഹിച്ചു. മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ശ്രീലത ചടങ്ങിൽ പങ്കെടുത്തു. IUAGPL അസിസ്റ്റന്റ് ഹെഡ് ജിതേഷ് രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MP രാജേഷ്, ആസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാദ് തങ്ങൾ, ടാക്സ് അപ്പീൽ ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർമാരായ PK സജേഷ് കുമാർ, KP അബ്ദുൾ റസാഖ്, K. പ്രദീപൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M. നൈനേഷ്, വെള്ളോറ രാജൻ, കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി D. ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.